Hi, welcome to our new video. അപ്പോൾ നമുക്ക് ഇന്നൊരു മെക്സിക്കൻ ബിരിയാറ്റാക്ക ഉണ്ടാക്കിയാലോ. അപ്പം നമ്മളുടെ ബിരിയാറ്റാക്ക ഉണ്ടാക്കാനായിട്ട് നമ്മൾക്ക് ലാമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിക്കൻ വെച്ചും ഉണ്ടാക്കാൻ തോന്നുന്നു. നമ്മളിവിടെ എടുത്തേക്കുന്നത് ബീഫാണ്. ബീഫ് ഇത് ഫുള്ള് നമ്മൾ എടുക്കണില്ല, ഹാഫ് എടുക്കാം. ആൻഡ് ദെൻ സിലാൻഡ്രോ, നമ്മളുടെ മല്ലിയില, പിന്നെ ഓണിയൻസ്, ടൊമാറ്റോ, പിന്നെ ഗാർലിക്, പിന്നെ ബീഫിൻ്റെ ബ്രോത്ത്, ഗരം മസാല, ഹോൾ സ്പൈസ് ചീസ് ക്ലോത്തിൽ റാപ്പ് ചെയ്തിട്ട് ഇട്ടാലും മതി. ഞാനിവിടെ എടുത്തേക്കുന്നത് ഗരം മസാലയാണ്. പിന്നെ നമ്മൾക്ക് ഗ്രേറ്റഡ് മൊസറല്ല ചീസും വേണം. പിന്നെ കുറച്ച് വിനീഗർ, വൈറ്റ് വിനീഗറും. ആൻഡ് വേറെ നമ്മൾക്ക് വേണ്ടത് ത്രീ ടൈപ്സ് ഓഫ് ചില്ലീസ് ഉണ്ട്. ഇതാണ് ആൻറ്റോസ്, ഇതാണ് ഗൊഹിയോ, ഇതാണ് നമ്മളുടെ അർബോൺ. ഇത് ഞാൻ മെക്സിക്കൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. വാങ്ങിച്ച വീഡിയോ ഉണ്ട്. ഞാനിപ്പോൾ ബീഫ് കട്ട് ചെയ്യുന്ന നേരം കൊണ്ട് നിങ്ങളത് കണ്ടിട്ട് വാ. ഓക്കെ. Guys, we bought some peppers, fried peppers from a Latin store. Authentic ആയിട്ട് തന്നെ ബിരിയാണി ടാക്കോസ് ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനിലാണ്. അപ്പം നമ്മൾ ബീഫ് ലൈക്ക് വലിയ വലിയ പീസാക്കി കട്ട് ചെയ്തു. ഇനി നമ്മൾക്ക് ഇത് സോൾട്ട് വെച്ചിട്ട് ഒന്ന് റബ്ബ് ചെയ്യണം, നമ്മളുടെ കല്ലുപ്പ് വെച്ചിട്ട്. ഇത് പിക്ലിംഗ് സോൾട്ടാണ് വാങ്ങിച്ചത്. ഇത്രയും ഉപ്പ് പോരെ. നന്നായിട്ട് റബ്ബ് ചെയ്ത് വെക്കാം. കുറച്ച് വിനീഗർ കൂടി ആഡ് ചെയ്യാം. സ്ലോ കുക്ക് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം നമ്മൾ കുറേ ടൈമൊക്കെ ഉള്ളപ്പോൾ ചെയ്യണതാണ് നല്ലത്. ഇതിപ്പോൾ ലോങ് വീക്കെൻഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതൊന്നും നമ്മൾ ടാക്കോസ് കഴിച്ചതിൽ ഏറ്റവും ടേസ്റ്റുള്ള ഇത് ബിരിയാണി ടാക്കോ ആയിരുന്നു. നമ്മൾ വേറെ ടാക്കോസ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ബിരിയാണി ടാക്കോ വാസ് വൺ ഓഫ് ദ ബെസ്റ്റ്. ഇതെല്ലാത്തിൻ്റെയും കുരു കളഞ്ഞെടുക്കാം. ഇതിന്റെ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വെള്ളം എടുത്തിട്ട് നമ്മൾ ആദ്യം തിളപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ചില്ലീസും ആഡ് ചെയ്യും. അപ്പം നമ്മൾ ആഡ് ചെയ്യുക. ഞാൻ തണ്ടോടുകൂടിയാണ് വെക്കണത്, നിങ്ങൾക്ക് അതില്ലാതെയും വെക്കാം. ഇളക്കിടാം. ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾക്കിത് മിക്സിയിൽ അടിച്ചെടുക്കാം. നമ്മളുടെ ബിരിയാണി ടാക്കോ കുക്ക് ചെയ്യാനായിട്ട്, സ്ലോ കുക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ആവശ്യമുള്ളതാണ് ഡച്ച് ഓവൻ. അതായത് അടികട്ടിയായിട്ടുള്ള എന്തെങ്കിലും പാത്രം ആയാൽ മതി. നമ്മളുടെ ഉരുളിയിലും ഉണ്ടാക്കാം. നമുക്ക് ബീഫ് ഒന്ന് സീർ ചെയ്തെടുക്കാം. നമ്മളുടെ പാൻ ചൂടാകുമ്പോഴേക്കും ഫ്രാഗ്നൻസ് ഇല്ലാത്ത എന്തെങ്കിലും ഒരു ഓയിൽ ചേർക്കാം കേട്ടോ. പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ബീഫ് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഒരു ബ്രൗൺ ഷെയ്ഡായിട്ട് വരണം. ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ബീഫും വറുത്തെടുത്തു. ഇനിയിപ്പോൾ ഒന്ന് സോട്ടേ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ചില്ലി പേസ്റ്റ് ചെയ്ത് ആഡ് ചെയ്യാം. നമ്മൾ ചില്ലീസ് കുക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരുന്ന സ്റ്റോക്കാണ് ഒഴിക്കണേ. ഇതിൻ്റെ ഒപ്പം നമ്മൾ ഗരം മസാലയും ആഡ് ചെയ്യുന്നുണ്ട്.
ഇത്രയും ഗരം മസാല നന്നായിട്ട് വെക്കാം. കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ കുറച്ച് ഒറിഗാനോയും ഇതിൽ ആഡ് ചെയ്യണം. മെക്സിക്കൻ ഒറിഗാനോ ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത്, പക്ഷെ എനിക്കത് കിട്ടിയില്ല. അപ്പം നമ്മളുടെ ബീഫ് തിളയ്ക്കാൻ തുടങ്ങി. ഇനി ഒരു 3 hours വെയിറ്റ് ചെയ്യാം ലോങ് ഹീറ്റിൽ. ഞാനിപ്പോൾ ചൂടിലാണ് ഇട്ടേക്കുന്നത്. 3 hours കഴിഞ്ഞ് നമുക്ക് കാണാം. ഇപ്പോൾ 1 hour കഴിഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കാം. നല്ല നെയ്യൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. സമയം ഇപ്പോൾ 5:48 ആയി. നമ്മൾക്ക് നമ്മളുടെ ബീഫ് തുറന്നു നോക്കാം. ഇങ്ങനെ ആയിട്ടുണ്ട്. ഈ ഒരു പരിവാകുമ്പോൾ ഇതിൻ്റെ ചാറ് കുറച്ചെടുത്ത് ഓയിലും ആയിട്ട് കുറച്ചെടുത്ത് മാറ്റി വെക്കും. ഞാൻ ഈ ടൈപ്പ് ടോട്ടിയാസ് ആണ് ഉപയോഗിക്കുന്നത്. മൊസറല്ല ചീസ് ഇടുന്നുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഓയിലും ഗ്രേവിയുമാണ് മെയിൻ ഡിപ്പായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒപ്പം നമ്മൾ സിലാൻഡ്രോയും നമ്മളുടെ ഒനിയൻസും ആഡ് ചെയ്യും. Come on. Cheers. ഇത് മുക്കുന്നില്ലേ? പെപ്പർ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. അടിപൊളി. നമ്മളെ ബീഫൊക്കെ നല്ല വെന്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് പ്ലാനിങ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ഡിഷാണ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുക. നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നല്ല ഫ്ലേവറും അത്ര സ്പൈസി അല്ലാത്തൊരു സൂപ്പർ ഡിഷാണ്. അപ്പോൾ until next video. See you soon. Bye. Bye.